ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്താണ് എന്നുള്ളതാണ്. ഇതൊരു കളക്റ്റീവായിട്ടുള്ള റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്സിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരാം. സ്ലോലി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. Judgment, Knight of Cups, Ace of Wands, Three of Cups, Queen of Swords, Eight of Swords, Magician, Page of Wands, Eight of Wands and Justice. ബോട്ടം ഓഫ് ദ ഡെക്കിൽ സൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ജഡ്ജ്മെൻറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു വേക്കപ്പ് കോൾ പോലെ, അല്ലെങ്കിൽ നമുക്കൊരു സെക്കൻഡ് ചാൻസ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഒരു അവസരം അല്ലെങ്കിൽ ഒരു വഴിത്തിരിവ് നമ്മളുടെ ലൈഫിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ലൈഫിൽ ആ ഒരു ഫേസ് അല്ലെങ്കിൽ ഘട്ടത്തിലേക്ക് നമ്മൾ എൻ്റർ ആകാൻ പോകുന്നു. അപ്പോൾ നമ്മൾ എൻ്റർ ആവുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? പാസ്റ്റിൽ നടന്നിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ ഹീലാവണം. അതൊക്കെ റിലീസ് ചെയ്തിട്ട് വേണം നമ്മൾ പുതിയൊരു എനർജിയോട് കൂടി വേണം ആ ഒരു ലൈഫിൽ ഓരോ എന്താണോ വരാൻ പോകുന്നത് അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസിലാണെങ്കിൽ, ഇപ്പോൾ ലവിൻ്റെ കേസിലാകാം, അപ്പോൾ ഒരു സെക്കൻഡ് ചാൻസ് അതുപോലെ ആകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ വൈസ് ആയിരിക്കാം. അപ്പോൾ എന്തിനാണോ നിങ്ങളിപ്പോൾ അത്രയും തീവ്രമായി വെയിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്രയും പ്രാർത്ഥിച്ച് ഇത്രയും നാൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അതിനൊരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു കോള് പോലെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏതെങ്കിലും ഒരു വഴിയിലൂടെ അത് നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതായത് മേ ബി നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ടഫ് സിറ്റുവേഷനിലൂടെ ആയിരിക്കും ഇപ്പോൾ കടന്നു പോയിട്ടുണ്ടാകും. അത് ഒരു കർമ്മയുടെ ഫലമായിരിക്കാം. അപ്പോൾ ആ ഒരു കർമ്മ ക്ലിയറായി അല്ലെങ്കിൽ അത് ക്ലോസായി. ഇനി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു രീതിയിലുള്ള ലൈഫ് വരാൻ പോകുന്നു. അല്ലെങ്കിൽ യൂണിവേഴ്സ് അതൊരു അനൗൺസ്മെൻറ്റ് പോലെ പറയുകയാണ് നിങ്ങൾക്കുള്ള സമയമായിരിക്കുന്നു എന്നുള്ളത്. അതിനുശേഷം നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എക്സ്പെക്റ്റ് ചെയ്യാം. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ചിലപ്പോൾ ഒരു റൊമാൻറ്റിക് പ്രപ്പോസലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം വഴക്കിട്ട് മാറി നിൽക്കുന്നവരാണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. എന്തായാലും ഒരു ഇമോഷണലി ഒരു പേഴ്സൺ നിങ്ങളോട് അപ്രോച്ച് ചെയ്യുമെന്നുള്ളത് നമുക്ക് കാണാം. ആ ഒരു റൊമാൻറ്റിക് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞ പോലെ തന്നെ പിരിഞ്ഞിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു റീയൂണിയന് പോസിബിലിറ്റി കാണുന്നുണ്ട്. അതെല്ലാം നിങ്ങളിപ്പോൾ ഒരു കരിയർ വൈസിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങളത്രയും ആഗ്രഹിച്ച രീതിയിലുള്ളൊരു പാത്ത് അല്ലെങ്കിൽ വഴി നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളൊരിത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നൊരു മെസ്സേജാണ്. ശേഷം നമുക്ക് ഏസ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു ജോബ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വീണ്ടും ആ ഒരു റൊമാൻറ്റിക് സ്പാർക്ക് വരുന്നതായിരിക്കാം. എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വെളിച്ചം പോലെ ഇത് വരാൻ പോകുന്നു. നിങ്ങൾക്കൊരു ബെസ്റ്റ് ടൈമാണ് ഇനി വരാൻ പോകുന്നത്. ആ ഒരു ഡിവൈൻ ടൈമിംഗ് എന്ന് പറയത്തില്ല. ആ കൈൻഡ് ഓഫ് ടൈമിംഗ് ആണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങളുടെ എനർജി ഹൈ ലെവലിൽ ആക്കി വയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചോ ഓവർ തിങ്ക് ചെയ്ത് അതൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക.
നിങ്ങൾ പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് പോവുക, കാരണം നിങ്ങൾക്കുള്ള ടൈം വരാൻ പോകുന്നു. ആൻഡ് അതിന് ശേഷം നമുക്ക് 3 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. അഗെയിൻ ഒരു ആഘോഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്, ഫ്രണ്ട്ഷിപ്പ്, റീയൂണിയൻ, ഇതിൻ്റെയൊക്കെ ഒരു സെലിബ്രേഷൻ്റെ ഒക്കെ ഒരു കാർഡാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ടീവ് ആയിട്ട് കുറച്ച് മേ ബി ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാകും. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു റീയൂണിയന് വേണ്ടി ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു റീയൂണിയൻ പോസിബിലിറ്റിയാണ് അവിടെ വരുന്നത്. നിങ്ങളെ പാസ്റ്റിൽ നിന്നും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും അല്ലെങ്കിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യുമെന്നുള്ളത്. അതല്ല മറ്റ് ജോബ് ഓഫർ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ്, മാരേജ് അല്ലെങ്കിൽ പ്രഗ്നൻസി, എന്താണോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് അതിനൊരു പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ക്വീൻ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, സോ അതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കിപ്പോൾ കുറച്ച് കാര്യങ്ങളിൽ ഒരു അവ്യക്തത ഉണ്ടാകാം. ഓക്കെ, അതിനൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പല ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ലൈഫിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, സോ 8 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സെൽഫ് ലിമിറ്റിംഗ് ഇതുണ്ട്. അതായത് നിങ്ങൾക്ക് പരിമിതിക്കുള്ളിൽ നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റില്ല, ആ ഒരു കൈൻഡ് ഓഫ് ചിന്തകളൊക്കെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഓവർകം ചെയ്ത് പുറത്ത് വരണം എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ കറൻ്റ് അതാണ് ആ ഒരു ബ്ലോക്കേജ് ആയിട്ട് കാണുന്നത്. നിങ്ങളിപ്പോൾ കറൻ്റ്ലി സ്റ്റക്കായി നിൽക്കുകയാണ്. നിങ്ങളെ കുറച്ച് ഫിയർ, അതുപോലെ തന്നെ ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതിൽ നിന്നും നിങ്ങൾ ഓവർകം ചെയ്ത് പുറത്ത് വരിക. കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. ഓക്കെ, അതിനുള്ള ക്യാപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ സെൽഫ് ലിമിറ്റ് ചെയ്ത് വെക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ആങ്സൈറ്റി എന്താണോ, ഫിയർ, അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്ത് നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ആൻഡ് നമുക്ക് മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ടല്ലേ. സോ അതെന്ന് പറയുമ്പോഴത്തേക്ക് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡ്രീം ലൈഫ്, സോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് ആ ഒരു യൂണിവേഴ്സ് നിങ്ങൾക്ക് ഉറപ്പ് തരെയാണ്. അപ്പോൾ അത് ലവ് ആയിക്കോട്ടെ, കരിയർ വൈസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, സോ അത് നിങ്ങൾക്ക് ഉറപ്പായി നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. ആ ഒരു പവറുണ്ട്, ആ ഒരു പവറിൽ നിങ്ങൾ ബിലീവ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അതിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസും എടുക്കുക. യൂണിവേഴ്സ് നിങ്ങളുടെ ഒപ്പമുണ്ട്, യൂണിവേഴ്സൽ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് പേജ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്കായിട്ടൊരു പാത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് കേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ അത്രയും സിൻസിയറായിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത്, ജെനുവിനായിട്ട് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അത് പിന്നീട് മാരേജ്, അങ്ങനെ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് അങ്ങനെ പോകുന്നത്. അതല്ല ഇപ്പോൾ കരിയർ വൈസ് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ഡ്രീം കാണും, ഡ്രീം ജോബ് കാണും, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ പല പല ആഗ്രഹങ്ങളുണ്ടാവും നമ്മളുടെ മനസ്സിൽ. ഓക്കെ, ആ ഒരു അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ സക്സീഡ് ചെയ്യുമെന്നുള്ളതാണ്. സോ നെക്സ്റ്റ് നമുക്ക് 7 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ കീപ് ഫൈറ്റിംഗ്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് ഒരു റിസൾട്ട് വന്നില്ല എന്ന് പറഞ്ഞാൽ അതവിടെ ഉപേക്ഷിച്ചിട്ട് പോകരുത്. നിങ്ങൾക്കുള്ള റിസൾട്ട് നിങ്ങൾക്ക് അവിടെ വെയിറ്റിംഗ് ആണ്. ആ ഒരു ടൈമിംഗ് ആകുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. സോ കീപ് വർക്കിംഗ്, ഹാർഡ് വർക്ക് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോവുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പൊക്കോട്ടേ ഇരിക്കുക. എന്താണോ നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിച്ചാൽ അത് നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ട് നേടാൻ സാധിക്കും. അത് നിങ്ങളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി നമുക്ക് ജസ്റ്റിസ് കാർഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണോ സത്യം അത് തെളിയാൻ പോകുന്നു എന്നുള്ളതാണ്. ആൻഡ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നിട്ടുണ്ടായിരുന്നത് സൺ കാർഡാണ്. അപ്പോൾ സൺ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും അറിയാലോ, ആ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു അന്ധകാരത്തിൽ നിന്ന് മാറി ലൈഫിലേക്ക് ആ ഒരു വെളിച്ചം വരാൻ പോകുന്നു എന്നുള്ളതാണ്. മൊത്തത്തിലൊരു പോസിറ്റീവ് റീഡിംഗ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് നല്ലൊരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓവറോൾ റീഡിങ്സ് നോക്കുമ്പോഴത്തേക്കും ഒരു പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആണ് വന്നിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് നോക്കേണ്ട ഒരു കാര്യമൊന്നും, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ആ ഒരു നമ്മൾ 8 ഓഫ് സോർട്സിൽ കണ്ട പോലെ തന്നെ നിങ്ങൾക്കൊരുപാട് ഉള്ളിൽ കുറച്ച് ഭയമുണ്ട്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുമോ, ഞാൻ ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് ഞാൻ പോകണോ, എനിക്കത് നേടാൻ പറ്റുമോ, അങ്ങനത്തെ കുറച്ച് ഇൻസെക്യൂരിറ്റി, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒരു സെൽഫ് ഡൗട്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് ഇനിയും പൊയ്ക്കൊണ്ടേയിരിക്കണം. ചെയ്യേണ്ട കാര്യങ്ങൾ ആരും എന്താ പറയുക, ചിലപ്പോൾ നമ്മൾ സപ്പോർട്ടിന് ഉണ്ടായെന്ന് വരത്തില്ല, പക്ഷേ നമുക്ക് ആ ഉള്ളിൽ ആ ഒരു അത്രയും ആഗ്രഹം, തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് നമുക്ക് നേടണം എന്നത്രയും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളത് തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളത് പൂർത്തിയാക്കണം. നിങ്ങളെക്കൊണ്ട് അതിന് പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോക്ക് ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.